എന്തുകൊണ്ട് കുട്ടികൾക്ക് ഹോമിയോപ്പതി മരുന്ന് നൽകണം? നമുക്കറിയാം, കുട്ടികൾ 10 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് എന്ത് രോഗം വരുന്നത്? ഒന്നെങ്കിൽ ഛർദ്ദിലുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു ചെറിയ വേദനകൾ വരും, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറിയ ഉണ്ടാവും, എനിക്ക് ചിലപ്പോൾ ആണെങ്കിൽ ഒരു സ്കിൻ കംപ്ലയിൻ്റ് ആയിരിക്കും, ഒരു ഇൻഡൈജഷൻ. ഇതൊക്കെയാണ് സാധാരണ കുട്ടികൾക്കുണ്ടാകും. 90% കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഹാർട്ടിലും ലങ്സിലും അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെയിനിലും ഒക്കെയുള്ള കംപ്ലയിൻറ്റ്സ് വളരെ വളരെ കുറവാണ്. ഒരു 10% ഒക്കെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല ആശുപത്രി കാണിക്കാനായിരിക്കും എപ്പോഴും നോക്കുന്നത്, ഈ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ പോലും. പക്ഷേ 35, 40, 45 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അവർക്ക് സീരിയസ് ഇൽനെസ് വന്നു? ഹാർട്ടിലും ലങ്സിലും കിഡ്നിയിലും ബോണിലും ബ്രെയിനിലും ഒക്കെ രോഗങ്ങൾ വരുന്നു. ഡയബറ്റീസ് ആകുന്നു, ഹൈപ്പർ ടെൻഷൻ വരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ആർത്രൈറ്റിസ് വരുന്നു, ശ്വാസതടസ്സം വരുന്നു, ഡയബറ്റീസ് വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് രോഗങ്ങൾ ഇങ്ങനെ പുതിയ ഡീപ്പർ ഓർഗൻസിലേക്ക് വരുന്നു? അപ്പോൾ കൊച്ചിലേ നമ്മൾ ചികിത്സിക്കുമ്പോൾ തീർച്ചയായിട്ടും രോഗങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. അത് ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക്, വൈറ്റൽ ഓർഗൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ 40-45 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് സീരിയസ് ഇൽനെസ് വരുന്നു എന്നുള്ളത്. ഇവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രസക്തി. കുഞ്ഞുങ്ങളെ 10 വയസ്സിൽ താഴെ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഇൽനെസ്സുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. യഥാർത്ഥ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാർട്ടും ലങ്സും കിഡ്നിയും ബ്രെയിനും ഒക്കെ സേഫ് സോണിലായിരിക്കും എന്നുള്ളതാണ്.